ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്നുവടയാണ്. അതിനു വേണ്ടി ഒരു ചെറിയ ഈ ഗ്ലാസ്സിൽ ഒരു 1.5 ഗ്ലാസ് ഉഴുന്നിട്ട് കഴുകി വൃത്തിയായി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, നിങ്ങൾക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് എടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി, സവാള, കുരുമുളക് ക്രഷ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയാണ് ആവശ്യം. ഇന്ന് അരക്കാൻ വേണ്ടി 1/4 കപ്പ് വെള്ളം വേണം. അത് കുറേശ്ശെ ഒഴിച്ചാണ് ഉഴുന്ന് അരച്ചെടുക്കുന്നത്. ഇത്രയും വെള്ളമാണ് ഇത്രയും ഉഴുന്ന് അരച്ചെടുക്കാൻ ഞാൻ എടുക്കുന്നത്. കൂടുതൽ അരഞ്ഞു പോയാലും ഉഴുന്നുവട ശരിയാവില്ല. മിക്സിയുടെ ജാറിലോട്ട് 2 ആക്കി വേണം ഒഴിക്കാൻ. കുറച്ച് ഉഴുന്നിട്ട് കൊടുത്ത് പതുക്കെ അരച്ചെടുക്കാം. ഒരു തവണ ഞാൻ അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നല്ല മയത്തി നല്ല സോഫ്റ്റായിട്ട് വേണം അരക്കാൻ. സൈഡിലുള്ള ഉഴുന്നൊന്നും ഇതിലോട്ട് എടുത്തിടരുത്. ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് എടുത്ത് വെക്കാം. നല്ല സോഫ്റ്റായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് അരച്ചുകൊണ്ട് വരാം. ഞാൻ 2ാമത്തെ തവണയും അരച്ചു കൊണ്ടുവന്ന് ഒരുമിച്ച് ഇട്ട് അരച്ചാൽ ഉഴുന്നുവട ശരിയാവില്ല. അതുകൊണ്ടാണ് 2 പ്രാവശ്യം ഇട്ട് അരക്കുന്നത്. ഇനി ഇത് കുറച്ച് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കണ്ടോ, 1.5 ഗ്ലാസ് ഉഴുന്നെടുത്തപ്പോൾ നല്ലവണ്ണം ആട്ടിയെടുത്തപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വെച്ച ഉഴുന്ന് കുറച്ച് നേരം ഒരു 15-20 മിനിറ്റ് ഫ്രിഡ്ജിലെടുത്ത് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഈ എടുത്തു വെച്ച ഒരു സവാളയും ഇഞ്ചിയും പച്ചമുളകും നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. നല്ലവണ്ണം പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ് ചോപ്പ് ചെയ്തെടുക്കണം. നല്ല ഒട്ടും പീസുകളൊന്നും അതിലൊന്നും ഇതാവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. നല്ലവണ്ണം ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഇന്നൊരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഉഴുന്നിൽ ചേർക്കാൻ 2 ടേബിൾ സ്പൂൺ ഉഴുന്നിൻ്റെ ആവശ്യമായിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴുന്നും കുറച്ച് പച്ചരിയും കൂടി വറുത്ത് പൊടിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ പച്ചരിയാണ് ചേർക്കുന്നത്. അരിമാവാണ് ചേർക്കുന്നത്. നമ്മൾ ഉഴുന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വേണമെങ്കിലും വെക്കാം. ഇത് വെച്ച് ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ അകം നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിപ്സിയുമായിട്ടിരിക്കണ ഉഴുന്നുവടയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് അരിമാവ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ചതച്ചത് ഇഞ്ചി, സവാള, പച്ചമുളക് ഇത്രയും ചേർത്ത് നല്ലവണ്ണം കുഴച്ചെടുക്കാം. കുറച്ച് അരിപ്പൊടി ചേർത്താൽ മതി. നമുക്ക് ഒരയഞ്ഞ പരുവത്തിലുള്ള മാവാണ് വേണ്ടത്. ഒരുപാട് ഹാർഡായിട്ടുള്ളത് വേണ്ട കേട്ടോ. ഇത് പതുക്കെ ഒരുപാടിട്ട് അമർത്താതെ പതുക്കെ കുഴച്ചെടുക്കാം.
ഉപ്പ് ആദ്യമേ ഉഴുന്നിലിട്ട് വെക്കുകയാണെങ്കിൽ ഉഴുന്നുവടക്ക് കയ്പ്പ് വരും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇട്ടത്. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം തൊട്ടിട്ട് വേണം കുഴക്കാൻ. ഇനി ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം. ഇനി അടുപ്പ് കത്തിച്ച് ഉഴുന്നുവട ഫ്രൈ ചെയ്യാൻ വേണ്ടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടി കുറച്ച് മാവ് എടുത്ത് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായില്ലെങ്കിൽ ഉഴുന്നുവട കല്ല് പോലെ ആയിപ്പോവും. ഇനി പൊരിക്കാൻ വേണ്ടി കൈ നനച്ചതിന് ശേഷം ഓരോ ഉരുളകളായിട്ട് എടുത്ത് കൈ വെച്ച് നല്ലപോലെ ഉരുട്ടി കൊടുത്തതിന് ശേഷം ഈ വിരലും കൂടി ഒന്ന് നനച്ച് ഒരു ദ്വാരം ഉണ്ടാക്കി എണ്ണയിലോട്ട് പതുക്കെ ഇട്ട് കൊടുക്കും. അടുത്തത് ഇടാം. കൈ അപ്പോഴും ഓരോ തവണ എടുക്കുമ്പോഴും നനച്ചുകൊണ്ടേ ഇരിക്കണം. ഈ കുറച്ച് വേണം വെക്കാൻ. ഇനി ഒരു സൈഡ് മൊരിയുമ്പോൾ ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു തവണ 3 എണ്ണമാണ് ഇടുന്നത്. കൂടുതലിട്ടാൽ ഇളക്കി എടുക്കാൻ ബുദ്ധിമുട്ടാകും. ഇനി ബാക്കി മാവ് കൊണ്ട് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. കൈ വെള്ളം മുക്കിയിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെ ഉള്ളു ക്രിസ്പിയും അകം സോഫ്റ്റുമായ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയൊരു നല്ല റെസിപ്പിയായിട്ട് വരുന്നതുവരെ ബൈ.